പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അകപ്പറമ്പ് ഇടവകയിലെ യാക്കോബ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു പാലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറയുന്നത്, ചർച്ച ചെയ്യുന്നത്. ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈവ് അല്ല നടക്കണേ. എങ്കിലും നിങ്ങൾക്ക് എപ്പോൾ എവിടെയെങ്കിലും ആ കമൻറ്റ് ബോക്സിൽ ഇത് കുറ്റങ്ങൾ എഴുതാം, ഞാനതിന് മറുപടി തരാം. പലരും എഴുതിയിട്ടുണ്ട്, പലർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ് തെറ്റാണെന്ന് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ വലിയ ആളാണെന്ന് പറയണതല്ല. ഒരിക്കൽ മാമോദീസ നടത്തുമ്പോൾ, ആ വിശുദ്ധ കൂദാശ നടത്തുമ്പോൾ ആദ്യ കൗമ ചൊല്ലാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഞങ്ങളുടെ ഇടയിൽ അച്ഛന്മാരെന്തെല്ലാം ബഹളം ഉണ്ടാക്കിയെന്നറിയാം. സെമിനാരി പഠിപ്പിക്കുന്ന അച്ഛന്മാരും ബഹളം ഉണ്ടാക്കി. ഞാൻ തിരുമേനെ കുറ്റം പറഞ്ഞതല്ല, തിരുമേനി ക്ഷമിക്കണം, തേഫിലോസ് തിരുമേനി ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാറുള്ളൂ. പിന്നെ അവർക്ക് മനസ്സിലായി മാമോദീസ നടത്തുമ്പോൾ ആദ്യം കൗമ ചൊല്ലാൻ പാടില്ലെന്നും. ഞാൻ ആ ഭാഗത്തേക്ക് പോണില്ല. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ പ്രാകാരത്തിൽ സംബന്ധിക്കുന്ന ആളുകൾ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായി മദ്ബഹായിൽ പ്രവേശിച്ചിട്ടാണ് പോകുന്നത്. എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? മദ്ബഹ എന്ന് പറഞ്ഞ വിശുദ്ധ സ്ഥലമാണ്, അതിവിശുദ്ധ സ്ഥലമാണ്. അതിൻ്റെ താഴെ വിശുദ്ധ സ്ഥലം, അതിൻ്റെ താഴെയാണ് പ്രാകാരം, ആളുകൾ നിൽക്കുന്ന സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് കുട്ടികൾക്ക് പ്രവേശനപ്പെടുത്തണം. മദ്ബഹായിൽ അച്ഛനും ശുശ്രൂഷക്കാരും ഷമ്മാശന്മാരൊക്കെ, തിരുമേനിമാരും ബാബാമാരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ധൂപം വീശി വരുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് ശുശ്രൂഷകൻ താഴെ ഇറങ്ങി വന്ന് ധൂപം വീശി പടിഞ്ഞാറേറ്റം വരെ വന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുരിശിലും ധൂപം വീശി തിരിച്ച് മദ്ബഹായിലേക്ക് പോവുകയാണ്. അപ്പോൾ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ആ ധൂപം നിങ്ങളുടെ പ്രാർത്ഥനകളെയും വഹിച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ടാണുണ്ടോ, സിംബോളിക്കായിട്ട് നമ്മുടെ ധൂപം നിങ്ങളെയും വഹിച്ചുകൊണ്ട്, അത് സിംബോളിക്കാണ്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകളെ വഹിച്ചുകൊണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥനകളെ വഹിച്ചുകൊണ്ടാണ് മദ്ബഹായിലേക്ക് ആ ശുശ്രൂഷകൻ പ്രവേശിക്കുന്നത്. പിന്നെ സൗമൻ കാലോസ് പറഞ്ഞു, അച്ഛൻ മുട്ടുകുത്തി അച്ഛൻ എഴുന്നേറ്റ് നിന്നു, യഥാർത്ഥത്തിൽ കുർബാന തുടങ്ങി. അപ്പോൾ പ്രാകാരത്തിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും മദ്ബഹായിലുണ്ട്, ത്രോഡോസിലുണ്ട്. നിങ്ങളെ വിട്ടിട്ട് ഒരച്ഛനും കുർബാന ചെല്ലുന്നില്ല. അച്ഛൻ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ അപ്പം പുറത്തു കൊണ്ടുവന്ന നിയമം. അച്ഛൻ അവിടെ നിൽക്കാൻ പാടില്ല. ജനത്തിന് വേണ്ടി മാത്രമല്ല, തനിക്ക് വേണ്ടിയും കൂടി, അച്ഛന് വേണ്ടിയും കൂടിയും ജനത്തിന് വേണ്ടിയും കൂടിയാണ് വിശുദ്ധ കുർബാന പിതാവാൻ ദൈവത്തിന് അർപ്പിക്കുന്നത്. അച്ഛൻ പടിഞ്ഞാട്ടേന്ന് കുർബാന ചൊല്ലി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് ജനത്തിന് വേണ്ടിയാണെന്ന് മാത്രം പറയാം, അച്ഛന് വേണ്ടിയല്ല. കാരണം ജനങ്ങൾ പടിഞ്ഞാട്ട് കിഴക്കൊണ്ടിരിച്ചാണ്. അച്ഛൻ പടിഞ്ഞാട്ടേന്ന് കുർബാന ചൊല്ലി കഴിഞ്ഞാൽ അത് ശരിയല്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അച്ഛൻ ചൊല്ലുന്നത് ജനത്തിന് വേണ്ടി മാത്രമാണ്. അച്ഛന് വേണ്ടി ചൊല്ലുണ്ടെങ്കിൽ അച്ഛൻ കിഴക്കോട്ടിരിച്ചിരിക്കണം. അപ്പോൾ അച്ഛനും ജനത്തിന് വേണ്ടിയായി. കാരണം ജനം കിഴക്കോട്ടിരിച്ചാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഓരോ ഭാഗത്തിനും ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ ആദ്യം ഇത് പറയരുത്. ഇവിടെ ധൂപത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ധൂപമില്ലാതെ നമുക്കൊരു കർമ്മമില്ല. വാസ്തവത്തിൽ മറിയാം തീരത്തൊക്കെ പറഞ്ഞ് അച്ഛൻ കുർബാന കൊടുക്കുമ്പോൾ ആ ത്രോഡോസ് പുക കൊണ്ട് നിറയണം എന്നാണ് പറയുന്നത്. ഇതുപോലെ സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ സമാഗമന കൂടാരം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞ് ആ സാക്ഷിപെട്ടകം പൊതിഞ്ഞിരിക്കുന്നു.
പ്രധാന പുരോഹിതൻ ധൂപവുമായിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. ആ ധൂപം അർപ്പിക്കപ്പെടുമ്പോൾ ആ അതിവിശുദ്ധ സ്ഥലം മുഴുവൻ പുക കൊണ്ട് നിറയാണ്. സാക്ഷിപെട്ടകം അതിൻ്റെ ചുറ്റും പുക കൊണ്ട് നിറയുക. എന്താ അതിൻ്റെ അർത്ഥം? മോശ മാത്രമേ കയറിയിട്ടുള്ളൂ, വേറെ ആരും കയറാതെ കയറില്ല. ദൈവം ഇറങ്ങി വരുമ്പോൾ ആ പുക സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് മോശയോട് ദൈവം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും. മോശ അത് കേൾക്കും. മോശ വന്ന് ജനത്തോട് പറയും. അതാണ് നമ്മുടെ പരിശുദ്ധ പാരമ്പര്യം. വേദപുസ്തകത്തിലുള്ളതാണ്, പുറപ്പാട് പുസ്തകത്തിലുണ്ടത്. അപ്പം അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഒരു പരേതൻ്റെ കുഴിമാടത്തിൽ ധൂപം വീശുമ്പോൾ ആ ധൂപം വീശലാണ്, അല്ലാത്ത പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. മരമതിരുയരെ കർത്താവേ, കള്ളന് കിട്ടിയ നിന്റെ വരും തൃത്വത്തെ കൊണ്ടാരി മരി ചോരും കൈക്കൊണ്ടിടേണം. മരമതിനുയരെ കർത്താവേ, മരമതിനുയരെ, മരത്തിൻ്റെ മുകളിൽ വെച്ച്, ക്രൂശിൻ്റെ മുകളിൽ വെച്ച്, കള്ളന് കിട്ടിയ നിന്റെ വരം, വലതുഭാഗത്തെ കള്ളന് കിട്ടിയ നിന്റെ വരം എന്താ? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. തൃത്വത്തെ കൊണ്ടാടി മരി, തൃത്വത്തെ, വിശുദ്ധ തൃത്വത്തെ സ്തുതിച്ച് മരിച്ചുപോയ ഇവനും അല്ലെങ്കിൽ ഇവൾക്കും ആ പർദീസ കിട്ടണം. ആ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നത്. ആ പ്രാർത്ഥന ഈ ധൂപം വഹിച്ചുകൊണ്ട് മുകളിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതുപോലെ സഭാഗമന കൂടാരത്തിൽ പുക നിറഞ്ഞതുപോലെ ദൈവം ഇറങ്ങി വന്നതുപോലെ. അതിനർത്ഥമില്ലേ? ധൂപമില്ലാതെ ഒരു കർമ്മം നമുക്കില്ല, പ്രാർത്ഥനയില്ല എന്ന് പറയണം. വീടുകളിലെ കാര്യമല്ല പറയുന്നത്, പള്ളിയിലെ കാര്യം പറയുന്നത്. കർത്താവിന് ധൂപം ഇഷ്ടമായിരുന്നു. അത് ലേവ്യ 16 അധ്യായം വായിക്കുമ്പോഴറിയാം. അവിടെ മോശയുടെ മഹരോനോട് നീ ധൂപം വയ്ക്കണമെന്ന് പറയുന്നുണ്ട് പള്ളിയിൽ. യെരൂശലേം ദേവാലയത്തിലെ എല്ലാ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പും സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷവും ധൂപം വയ്ക്കും. ധൂപം വയ്ക്കാൻ പട്ടക്കാരന് മാത്രമേ അധികാരമുള്ളൂ കേട്ടോ. പക്ഷെ എല്ലാ കാര്യവും പട്ടക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശുശ്രൂഷക്കാരനെ ഏൽപ്പിക്കുകയാണ്. അവനെ മതബാഹിലേക്ക് പ്രാർത്ഥനയിൽ കയറ്റി നീ ധൂപം വീശിക്കൊള്ളുമെന്ന് പറഞ്ഞാണ് ആ കുന്തുരുക്കിട്ട് കൈകുത്തിക്കണത്. നീ വീശിക്കോ, എൻ്റെ അധികാരമുണ്ട് നിനക്ക് തരാണോ, നീ വീശിക്കോ. അപ്പോൾ ഒരു ശുശ്രൂഷകനില്ലാതെ നമുക്ക് കുർബാനയെല്ലാം പറ്റില്ല. ആളുകൾ വേണം നിർബന്ധമൊന്നുമില്ല. ആളുകളുടെ അവിടെ ഉണ്ട്, മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട്, ജീവനുള്ളവരില്ലെങ്കിലും. പക്ഷേ ശുശ്രൂഷകനില്ലാതെ വിശുദ്ധ കുർബാന എല്ലാവരും സഭ അനുവദിക്കുന്നില്ല, ചെല്ലാനും പറ്റില്ല. അത്രമാത്രം പ്രാധാന്യമാണ്. ഒരു ശുശ്രൂഷക്കാരൻ ധൂപം വീശിയിട്ട് വരുമ്പോൾ നമ്മൾ കുരിശ് വരിക്കും. അവൻ കുരിശ് വരിച്ച് വണങ്ങും. അവൻ വണങ്ങുന്നത് നമ്മയല്ല, നമ്മിലുള്ള യേശുവിനെയാണ്. കർത്താവ് തമ്മിലുണ്ടായി. അതാണ് വിശ്വാസികൾക്ക് മാത്രമേ ഇതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഒരു ഹൈന്ദവൻ വന്നു എന്നാൽ അവനിതൊന്നും അറിയാമോ? അവൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവില്ല. അതുകൊണ്ട് നമ്മൾ അവരെ പള്ളി കയറ്റാത്തത്. നമ്മൾ കുരിശ് വരിക്കുന്നു. നീ പറ ശരിയാ, എൻ്റെ മനസ്സിൽ യേശു ഉണ്ട്, യേശു ക്രിസ്തു എന്നിലുണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്. ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ അവയവ. അവനെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, എന്നെ വിട്ട് അവനും പോകാൻ പറ്റില്ല. പക്ഷെ പോകും, നമ്മൾ പാവം ചെയ്താൽ ചിലപ്പോൾ അവൻ എന്നെ വിട്ട് പോകും. അത് നമ്മൾ ഉപദേശിക്കണം. പണ്ട് റോമാ ചക്രവർത്തിമാരെ എഴുന്നള്ളി വരുമ്പോഴേ വലിയ തീവെട്ടി പിടിക്കും. വിളക്ക് വലിയ തീവെട്ടി എന്നാണ് പറയുന്നത്, വലിയ വിളക്ക്. ആ തീവെട്ടി പിടിക്കുകയും ചെയ്യും, ധൂപം വീശുകയും ചെയ്യും. ഈ രാജാക്കന്മാരെ എഴുന്നള്ളി വരുമ്പോഴും അന്നത്തെ ഒരു ആചാരം അവർക്ക് അങ്ങനെയാണ്. ഏറ്റവും വലിയ ബഹുമതിയാണ് ആ തീവെട്ടി പിടിക്കലും ഈ ധൂപം വീശുന്നു. അതാണ് നമ്മുടെ പരിശുദ്ധ പാത്രികീസ് ബാബാമാർ പള്ളിയിലേക്ക് എഴുന്നള്ളി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പുതിയ കാപ്പ മേടിച്ച് വെച്ചിട്ടുണ്ടാവും, അത് അദ്ദേഹത്തെ ധരിപ്പിക്കും. അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ പുറകുപായത്തിൻ്റെ മീതെ കാപ്പ ഇടും. കുർബാനയെല്ലാം വരാനല്ലോ, സ്വീകരണമാണത്. കുർബാനയെല്ലാം വരുമ്പോൾ ഒരുപാട് ഉടുപ്പുകൾ മാറണമല്ലോ. അവിടെ തിരി കത്തിച്ച് പിടിച്ച് കൊടുക്കും, നമ്മളതിന് പിടിക്കും.
ധൂപം വീശും. അപ്പോൾ രാജാക്കന്മാരിൽ രാജാവായ കർത്താവിൻ്റെ പ്രതിനിധിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ധൂപം വീശിയും ഈ തിരി കത്തിച്ച് പിടിച്ചും കാപ്പ കൊടുത്തൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അവിടെയും ധൂപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അക്കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മോശയോട് ദൈവം കൽപ്പിച്ച കാര്യം പുറപ്പാട് 30:7-8 വരെ വായിക്കും അറിയാം. ധൂപം വീശണമെന്ന് മോശയും അഹറോനോടും ധൂപാർപ്പണം നടത്താൻ പുറപ്പാട് 30:1 പറയുന്നുണ്ട്. 1:7-8 പറയുന്നുണ്ട്. എപ്പിസ്കോപ്പൽ സഭകളുടെ ആരാധനയിലൊക്കെ ധൂപാർപ്പണമുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. ഇത് യഹൂദ ആരാധനയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമാഗമന കൂടാരത്തിൽ അർപ്പിച്ചിരുന്ന കാര്യങ്ങൾ യെരുശലേം ദേവാലയത്തിൽ എങ്ങനെ തന്നെയായിരുന്നു. സമാഗമന കൂടാരത്തിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ തന്നെയാണ് യെരുശലേം ദേവാലയത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സമാഗമന കൂടാരവും യെരുശലേം ദേവാലയവും നമ്മുടെ പള്ളികൾ കിഴക്ക് പടിഞ്ഞാറ് സ്ഥാപിക്കുമ്പോൾ കിഴക്കേറ്റത്താണ് അതിവിശുദ്ധ സ്ഥലം. പക്ഷെ സമാഗമന കൂടാരത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ് അതിവിശുദ്ധ സ്ഥലം. യെരുശലേം ദേവാലയത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ മരണവുയർപ്പവും മുഖാന്തരം കർത്താവ് രണ്ടാമത് എഴുന്നള്ളി വരുന്ന കിഴക്ക് നിന്നാണ് എന്നും മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ സൂചനയുള്ളത് കൊണ്ട് വേറെ പല കാരണങ്ങളുകൊണ്ടും നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പുതിയ നിയമത്തിലെ പള്ളികളുടെയൊക്കെ അതിവിശുദ്ധ സ്ഥലം കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ആ ധൂപക്കുറ്റിയിൽ നിന്ന് പുക ഉയരുമ്പോൾ അദൃശ്യനായ ദൈവത്തെ നമ്മൾ കാണുകയാണെന്നാണ് പിതാക്കന്മാർ അങ്ങനെ വേറെ വ്യാഖ്യാനം പറയുന്നത്. കാണാൻ പറ്റാത്ത ദൈവത്തെ നമുക്ക് ആ ധൂപക്കുറ്റിയിലെ പുകയിൽ കാണാവുന്നത് എങ്ങനെയാണ്? സമാഗമന കൂടാരത്തിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് പകൽ മേഘസ്തംഭം പോലെ കർത്താവ് അവർക്ക് വഴികാട്ടിയിരുന്നു. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് യെരുശലേമിലേക്ക് പോവുക. അപ്പം രാത്രിയാകുമ്പോൾ വെട്ടമില്ല. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അഗ്നിസ്തംഭം പോലെ നിൽക്കും. ദൈവം പറഞ്ഞിരുന്നാൽ മതി, പ്രകാശത്തിൻ്റെ ഉഗ്രം ജ്വാലയാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്. നമുക്കത് തൊടാൻ പോലും പറ്റൂല, കാണാനൊന്നും പറ്റൂല, അകന്ന് അറിയിക്കണം. പക്ഷെ അത്രയും ജ്വാലയൊന്നും പുറത്ത് വിടുന്നില്ലെന്ന് മാത്രം. അത് അഗ്നിസ്തംഭമായിട്ടെന്ന് പറയണേ. ദൈവത്തിൻ്റെ മുഴുവൻ പ്രകാശവും തമ്മിലേക്ക് വന്നാൽ ഒക്കെ മരിച്ചു വീഴോടെ, ഒരെണ്ണത്തിന് അനുകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രകാശം മാത്രം തന്ന് രാത്രി ജനത്തെ നയിക്കും. പകലെന്ത് ചെയ്യും? മേഘസ്തംഭം പോലെ നിൽക്കും. തണല് എത്ര വെയിലുണ്ടെങ്കിലും മരുഭൂമിയിൽ കൂടിയാണ് പോണത്. ആ മേഘസ്തംഭം ഉള്ളതുകൊണ്ട് അവർക്ക് മരുഭൂമിയിൽ കൂടി ഒരു ചൂടും അനുഭവപ്പെട്ടില്ല. അങ്ങനെയാണ് 40 കൊല്ലം നടന്ന് യെരുശലേമിലെത്തിയത്, അല്ലെങ്കിൽ കനാൻനാട്ടിലെത്തിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യേക സാന്നിധ്യം സൂചിപ്പിക്കുന്നത് കൂടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ യഥാർത്ഥമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സിംബോളിക്കായിട്ട് ഇസ്രായേലത്തിന് യഥാർത്ഥമായിട്ട് കാണാൻ പറ്റി. നമുക്കത് സിംബോളിക്കായിട്ട് ഈ ധൂപത്തിൽ നാം ദർശിക്കുകയാണ്. അപ്പോൾ ധൂപ പ്രാർത്ഥനയ്ക്ക് വളരെ വിലയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ വഹിച്ചുകൊണ്ട് ഈ പുക പൊക്കുന്നതാണ്. ആ പ്രാർത്ഥന ഓരോ തരത്തിലും പെർമിയയിൽ വേറെ, സെസറായിൽ വേറെ, കുക്കിലിയോലിൽ വേറെ, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ പ്രാകാരത്തിൽ വന്ന് നിന്ന് കുട്ടികൾ വിശുദ്ധ സ്ഥലത്ത് കയറി, അച്ഛന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് കയറി പ്രാർത്ഥിച്ചൊന്നും ധരിക്കേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വഹിച്ചുകൊണ്ടാണ് ധൂപം മദ്ബഹായിലേക്ക് വരുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം വളരെ വൈകിയതുകൊണ്ട് ഇനി വേറെ ഒന്നും പറയില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.